ഹായ് ഗൈസ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് സ്വാഗതം. നിധി അങ്ങനെ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് കരുതി ഒരു ഓട്ടോ എടുത്ത് സുഭാഷ് പണി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് വരുന്നു. നിധിയെ കണ്ടതും സുഭാഷ് പണി നിർത്തി ഓടി വരുന്നുണ്ട്. നിധി സുഭാഷിനോട് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് നോക്കി ഇറങ്ങിയതാ സുഭാഷേട്ടാ എന്ന് പറയുമ്പോൾ സുഭാഷിന് നുണ പറയാനാവുന്നില്ല. സ്വന്തം അനുജത്തിയെ പോലെ കണ്ട നിധിയോട് സത്യം പറയാൻ തീരുമാനിച്ച് ദിവസക്കൂലി എടുക്കുന്ന ഒരു തൊഴിലാളി മാത്രമാണ് ഞാൻ. അപ്പോൾ നിധിക്ക് അറിയാമല്ലോ എൻ്റെ പരിമിതികൾ എന്ന്. നിധിക്ക് സുഭാഷിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാവുന്നു. സുധീഷ് തന്നോട് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കിയ നിധി അവിടെ നിന്നും ഇറങ്ങി സുധീഷിനെ കാണുന്നു. സുധീഷിനെ കണ്ടതും നിങ്ങളെപ്പറ്റി വിചാരിച്ചൊന്നുമല്ല നിങ്ങൾ ആരെയും ചതിക്കും, അതിനുവേണ്ടി എന്ത് നുണയും പറയും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. സുധീഷിന് എന്തെങ്കിലും പറയാൻ സാധിക്കും മുമ്പേ നിധി ഓട്ടോയിൽ കയറിപ്പോയി. സുധീഷ് അപ്പോൾ തന്നെ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷ് താൻ പണിയെടുക്കുന്ന സ്ഥലത്തും നിധി വന്നിരുന്നുവെന്നും നടന്ന സംഭവങ്ങളൊക്കെ സുധീഷിനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. സുധീഷിന് കാര്യം മനസ്സിലായി. എല്ലായിടത്തും നിധിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നിധി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷ് നേരെ വീട്ടിൽ വന്ന് സുഭാഷിനും ഹരീഷും നിൽക്കുമ്പോൾ സുഭാഷിനോട് തട്ടിക്കയറുന്നുണ്ട്. അനിയത്തിയോട് സ്നേഹം കൂടി അനിയൻ എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അല്ലേ? സത്യവാൻ. സുഭാഷ് പറഞ്ഞത് നീ പറയുന്നത് പോലെയുള്ള നുണകൾ പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞതും സുധീഷ് സുഭാഷിന്റെ ചെകിട്ടത്ത് ഒരെണ്ണം കൊടുക്കുന്നു. അതാരും പ്രതീക്ഷിച്ചില്ല. ഹരീഷും സുഭാഷും വല്ലാതായി. നികേഷ് റൂമിലിരുന്ന് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അതിനുശേഷം ഹരീഷും സുഭാഷും കെട്ടിപ്പിടിച്ചു കരയുന്നു. പെട്ടെന്നൊരു നിമിഷത്തെ ദേഷ്യത്തിന് ചെയ്തുപോയതോർത്ത് സുധീഷും പൊട്ടിക്കരയുന്നുണ്ട്. ഇതാണ് പ്രമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.